ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഈദ് സ്പെഷ്യലായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണിത്. അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 50 ഗ്രാം ബട്ടർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 200 ഗ്രാം സേമിയാണ് കേട്ടോ. അപ്പോൾ അത് നേരെ സേമിയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബദാമാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 1/4 കപ്പ് ബദാം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഒഴിക്കുക, അല്ലെങ്കിൽ മധുരം കുറവാണ് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചാലും മതി കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു സേമിയും ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം കേട്ടോ. അതിനുശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി പുഡിങ് ഏത് ട്രേയിലാണോ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് ആ ഒരു ട്രേയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കട്ടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കസ്റ്റേർഡ് റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലാണ് മൊത്തമായിട്ട് എടുത്തിട്ടുള്ളത്. അതിലൊരു 1/4 കപ്പ് കസ്റ്റേർഡ് കലക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ബാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു ബൗൾ നിറച്ചും പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്ത ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് കുറച്ചൊന്ന് തിക്കാവുന്നവരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ, കൈ എടുക്കാണ്ട്. അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ കസ്റ്റേർഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സേമിയൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇനി ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത സേമിയ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതും പിന്നെ വൈറ്റ് ചോക്ലേറ്റും വെച്ചിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ.
അപ്പോൾ ഇവിടെ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി പുഡിങ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു ഇതിന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്